ശ്രീകാര്യം ജംഗ്ഷന് സമീപം ചെറുവയ്ക്കൽ നമ്മുടെ ലോയോള സ്കൂളിലേക്ക് അടുത്തായിട്ടാണ് ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടി. ടോട്ടലായിട്ട് 4 സെൻറ്റിൽ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്നൊരു വീടാണ്. നമുക്കിത് 2 യൂണിറ്റ് ആയിട്ട് വേണമെങ്കിൽ താഴത്തെ നിലയും മേളത്തെ നിലയും സെപ്പറേറ്റ് ചെയ്ത് ആ രീതിയിൽ വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാനോ അങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി കണ്ടോ, ഈ വഴി ഇങ്ങനെ വന്ന് പിൻവശത്ത് മേളിലൊരു വീടുണ്ട്. അപ്പോൾ ആ വഴി ഇങ്ങനെ മേളിലോട്ട് കയറിപ്പോവും. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസും കൊടുക്കാൻ സാധിക്കും. താഴത്തും നമുക്ക് ഇവിടെ ഒരു കാർ പാർക്കിംഗ്, ഈ ഭാഗത്തായിട്ട് ഒരു വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ കാർ പാർക്കിംഗ് സ്പേസും കിട്ടുന്നുണ്ടാവും. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ശ്രീകാര്യത്ത് നിന്ന് ആക്കുളം റോഡിൽ വരുമ്പോഴത്തേക്കും ചെറുവയ്ക്കൽ ലൈബ്രറി അതിൻ്റെയൊക്കെ അടുത്തായിട്ട് പറയങ്കോണൻ ലൈൻ എന്ന് പറഞ്ഞ് വലത്തോട്ട് റോഡ് കാണാൻ സാധിക്കും. ആ റോഡ് ഏകദേശം 450 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ കൂടെ ഇങ്ങനെ, അതായത് ഇറങ്ങുമ്പം തന്നെ ഇടത്തോട്ടുള്ള വളവ് തിരിഞ്ഞ് അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ എത്തും. അവിടെ നിന്ന് മേളിലോട്ട് ഒരു 3 വീട് കഴിയുമ്പോഴത്തേക്കും വലതുവശത്തിരിക്കുന്ന വീട്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. നമുക്ക് ലയോള സ്കൂളൊക്കെ തൊട്ടടുത്താണ്. അതായത് ലയോള സ്കൂളൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോഴാണ് ഈ പറയങ്കോണൻ ലൈൻ വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഒരു ചുറ്റുവട്ടം, അതായത് മുറ്റം വരുന്നത്. ബാക്കിയുള്ള പ്രോപ്പർട്ടി ഫുള്ളായിട്ട് നിറച്ചിട്ടാണ് വീട് വെച്ചിട്ടുള്ളത് കേട്ടോ. ബാക്ക് വശമൊക്കെ കുറച്ചുകൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഈ വീട് വന്നിട്ട് ഒരു 2-3 വർഷത്തിനകത്തുള്ള പഴക്കമേ ഉള്ളേ. ഇവരെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ വീട് വെച്ചിട്ട് പിന്നീട് അവരുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം പേട്ട ബേസ് റെസ്റ്റോറൻ്റൊക്കെ ചെയ്യുവാണ്. അപ്പോൾ അതിനടുത്തോട്ട് താമസമാക്കിയത് കാരണമാണ് ഈ വീട് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. നമുക്കിതാ ഈ കാണുന്ന രീതിയിലൊരു ലിവിങ് സ്പേസ് ഉണ്ട്. ഇവിടെ ഡൈനിങ് ഏരിയ വരും. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും. ശരിക്കും പറഞ്ഞാൽ അടിയിലോട്ടൊരു സ്പേസ് ബാക്കി കിടന്നതിന് അവർ വർക്ക് ഏരിയയാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ മതിൽ ചേർന്ന് വരുന്ന ആ ഒരു സ്പേസ്, മേളത്തെ നിലയിലേക്കുള്ള ഒരു സ്റ്റെയർ ചെയ്തിരിക്കുന്ന ആ സ്പേസിൻ്റെ അടിയിലേക്ക് വർക്ക് ഏരിയ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് താഴത്തെ നിലയിൽ 2 ബെഡ്റൂംസാണ് വരുന്നത്. ഇതാ ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. റൂമുകളിലൊക്കെ ഇതുപോലെ കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം കാണാം. ഈ ബെഡ്റൂമിലായാലും ഒരു ചുവരിൽ ഫുള്ളായിട്ട് ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കിട്ടും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സിമിലർ ഫിറ്റിങ്സ് ആണ്. സെറയുടെ ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതുപോലെ കേർവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ 2 വാതിൽ കൊടുത്തിട്ടുണ്ട്. ഇഫ് ഇൻ കേസ് നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാതിലുകളെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മേളത്തെ നിലയും താഴത്തെ നിലയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ആ രീതിയിലൊരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഇവർ അവരുടെ സ്വന്തം ആവശ്യമായതുകൊണ്ട് തന്നെ അവരിത് ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട് മാറിയപ്പോൾ അതിൻ്റെ പല സാധനങ്ങളും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അതൊന്നും മാറ്റിയിട്ടില്ല. താഴത്തെ നിലയിലുള്ളതുപോലെ തന്നെ 2 ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം, ഈ ഭാഗത്തൊരു ബെഡ്റൂം, ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും. ഇതിൽ ബെഡ്റൂം 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ഒരു വ്യത്യാസം വരുന്നത് ഈ ബെഡ്റൂമിന് നമുക്കൊരു ബാൽക്കണി പ്രൊവിഷനും കൂടെ വരുന്നുണ്ട്. ഈ കാണുന്ന പോലെ നമുക്കൊരു ബാൽക്കണിയിലേക്കുള്ളൊരു പ്രൊവിഷനും കൂടെ ഈ ബെഡ്റൂമിന് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത്. ഇതുവഴി നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു എൻട്രൻസ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ആ വഴി ഇങ്ങനെ മേളിലേക്ക് കയറി വരുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻട്രൻസ് കൊടുക്കുന്ന രീതിയിൽ ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് മേളിലത്തെ നില വാടകയ്ക്ക് കൊടുക്കണം, താഴത്തെ നിലയിൽ നിങ്ങൾക്ക് താമസിക്കണം, ആ രീതിയിലൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മൊത്തത്തിലെടുത്ത് 2 പാർട്ടിക്കായിട്ട് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലോ ചെയ്തെടുക്കാവുന്നതാണ്. മേളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുണ്ട്, താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുണ്ട്. 2ഇടത്തും മേളിലും താഴെയും കിച്ചണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ആക്കുളം കയറാൻ സാധിക്കും. ശ്രീകാര്യം നമുക്ക് പെട്ടെന്ന് പോകാം. എഞ്ചിനീയറിംഗ് കോളേജ്, ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ്, അവിടെ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വന്നെത്താൻ പറ്റുന്ന ലൊക്കേഷനാണ്. ഇനി അതല്ല ആക്കുളം പോയി അവിടെ നിന്ന് ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസിലേക്കാണെങ്കിലും ലുലു മാള് അല്ലെങ്കിൽ എയർപോർട്ട് അങ്ങോട്ടേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ആ രീതിയിൽ അക്സസിബിലിറ്റി ഉള്ളൊരു ലൊക്കേഷനാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.